ഹായ് ഡിയേഴ്സ്. അപ്പം ന്യൂ ഇയർ ആയിട്ടുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. മോള് സ്കൂളൊക്കെ തുറന്ന ഫസ്റ്റ് ഡേ പോകാനായിട്ടെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പാണ്, കാണുമ്പോൾ തന്നെ സങ്കടം തോന്നുന്നുണ്ട് പോകുന്ന കാണുമ്പം. പക്ഷേ രാവിലത്തെ തണുപ്പത്ത് എണീക്കാനേ ഉള്ളൂ മോക്കൊരു വിഷമം, ബാക്കി പോകാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ പോകുന്ന കാണുമ്പോൾ ഒരു സങ്കടം തോന്നി. നല്ല തണുപ്പല്ല, ഇത് സ്നോ ആണെങ്കിൽ കുഴപ്പമില്ല, ഇത് ഐസും കൂടി ആകുമ്പം നല്ല സ്ലിപ്പറി. അപ്പം ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ് വിട്ടത്, തെന്നല്ലേ ഓടല്ലേ എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും പോകുന്നൊക്കെ നോക്കിയിട്ട് വന്നിട്ട് എന്നും ചെയ്യുന്നൊരു ഇതാണ് മെയിൽ നോക്കുക. എന്നിട്ട് കയറി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അപ്പം ക്രിസ്മസിൻ്റെ ഒരു സാധനം എടുത്ത് വെച്ചിട്ടില്ല. ആദ്യം ഞാൻ ടേബിൾ മൊത്തം എൻ്റെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു മോള് പോയി 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സ്നോ ആയി, കുറേ നേരം നിന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇറങ്ങി ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എൻ്റെ ക്രിസ്മസ് സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ടേബിൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യാമെന്ന് വെച്ചു പുതുവർഷത്തിൽ. അപ്പോൾ മൊത്തം മെസ്സായിരുന്നു ടേബിളങ്ങ്. അപ്പം ഞാൻ പിന്നെ നമ്മൾ വാൾപേപ്പർ വാങ്ങിച്ചായിരുന്നല്ലോ മീഷോയിൽ നിന്ന്, അതൊന്ന് ജസ്റ്റ് ഒട്ടിക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് വെച്ചാൽ. പക്ഷേ ഒട്ടിച്ചപ്പം കുഴപ്പമില്ല കേട്ടോ. ഞാൻ ടേബിളിൽ നേരത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് വെച്ച് ഒരു മൊബൈൽ ഹോൾഡറിങ് കാണിച്ചായിരുന്നല്ലോ, റിംഗ് ലൈറ്റൊക്കെ ഉള്ളത്. അപ്പോൾ ആ സാധനം അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ടേബിൾ റൂം അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം വെച്ചാൽ സ്വിച്ച് ബോർഡ് കറക്റ്റായിട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഇതിവിടെ ഫിക്സ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഡ്രോയർ ഇച്ചിരി തുറന്ന് വെക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പം ഞാൻ നെക്കിലിടുന്ന ഒരു ഹോൾഡർ ഞാൻ കാണിച്ചില്ലേ, അതിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആരി വർക്കൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് താഴെ ഇരുന്നാണെങ്കിലും എടുക്കാൻ പറ്റുമല്ലോ. പിന്നെ ഞാൻ ടേബിൾ ഫുൾ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഡ്രോയറിലായിട്ടൊക്കെ. പിന്നെ വിഷൻ ബോർഡ് ഞാൻ ഇതുപോലെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. പേപ്പർ ഫ്രെയിം വെക്കില്ലേ, അതുപോലെയാണ് ചെയ്തേക്കുന്നത്. A4 ഷീറ്റിൽ ചെയ്യുന്ന കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഞാനിത് 2 ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. പിന്നെ ഞാൻ സ്റ്റിക്കേഴ്സ് എല്ലാം ഇതുപോലെ ഒരു കാർട്ടൺ ബോക്സ് തൽക്കാലം വെച്ചിട്ടുണ്ട്. പിന്നെ ക്രോഷയുടെ ത്രെഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം ഇതുപോലെ നമ്മുടെ കുറച്ച് സാധനങ്ങൾ. ബാക്കി ഞാൻ നമ്മുടെ ബെഡിൻ്റെ അടിയിലൊരു ഡ്രോയർ സ്പേസ് ഉണ്ട്, അതിലാണ് കുറച്ച് സാധനമൊക്കെ ഇരിക്കുന്നത്. ഇനി അത് കുറേ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് പിന്നെ മെഷീനിൻ്റെ അടിയിലോട്ട് സ്പേസിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. തൽക്കാലം ഒന്ന് അറേഞ്ച് ചെയ്തൊരു വീഡിയോ പുതിയതായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ. ഞാൻ പെഗ് ബോർഡ് വാങ്ങിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മളിങ്ങനെ ട്രാൻസ്ഫറൊക്കെ ചെയ്തിങ്ങനെ പോകുമ്പം ഒത്തിരി ലഗേജ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഇതുവരെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നല്ലൊരു റൂമിൽ നല്ലതായിട്ട് സെറ്റ് ചെയ്യാമല്ലോ. അപ്പം ഞാനിതിൽ ബെഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന തെർമോക്കോളിൻ്റെ ഷീറ്റിൽ അത് ഞാനിങ്ങനെ സൈഡിൽ 2 വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും പിൻ ചെയ്ത് വെക്കാമല്ലോ എന്നൊക്കെ വെച്ചിട്ട് അവിടെ കുറച്ച് ലൈറ്റ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒരു പുതിയ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഉന്മേഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ആരി സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് അതും ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ടേബിൾ മേക്ക് ഓവർ. അപ്പം ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതും വീഡിയോ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.